ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതേ നമ. ഓം ശ്രീ മഹാദുർഗായേ നമോ നമ. ശ്രീമദ് ദേവി മഹാഭാഗവതം 1-ാം സ്കന്ധം 15-ാം അധ്യായം. ശുഗവൈരാഗ്യം. ശ്രീശുകൻ: സ്വീകരിക്കാ പിതാവേ ഞാനെന്നും ദുഃഖദം ഗൃഹം. നായാട്ടുവല പോലെന്നും മർത്യർക്കതു വിലങ്ങുതാൻ. ധനചിന്തകളാൽ താതാ നോവുന്നോർക്കെന്തുവാൻ സുഖം. ബന്ധുക്കൾ പീഡിപ്പിക്കുന്നു വിഷയാന്തൻ ദരിദ്രനെ. നിസ്പൃഹൻ ഭിക്ഷുവെപ്പോലെ സുഖിയല്ല അമരേന്ദ്രനും. പിന്നെയാർക്കിങ്ങതുണ്ടാവും മൂലോകവിഭവത്തിലും. തപസ്സു ചെയ്യും മുനിയെ കണ്ടാൽ ഇന്ദ്രനു ദുഃഖമായി. വിഘ്നം നാനാതരം ചെയ്യാൻ ശ്രമിക്കുകയുമായി തഥാ. സുഖിയല്ല ജനും വിഷ്ണു ലോകസുന്ദരി ലക്ഷ്മിയെ. കിട്ടിയിട്ടും ദുഃഖിയാണെന്നും ദൈത്യരോടടർ ചെയ്യുവാൻ. ചെയ്വൂ യത്നങ്ങൾ പലതും തപസ്സും ചെയ്വു ദുശ്ചരം. ശ്രീമാനാം വിഷ്ണുവും പിന്നെയാർക്കുള്ളൂ വിപുലം സുഖം. ശിവനും സർവദാ ദുഃഖി തന്നെയെന്നറിയാമവൻ. തപശ്ചര്യ നടത്തുന്നു ദൈത്യയുദ്ധങ്ങളും സദാ. ധനവാനെങ്കിലും ഭോഗിക്കായിക വാഴാൻ സുഖത്തൊടും. ധനമില്ലെങ്കിലോ മർത്യൻ സുഖിക്കുന്നതുമെങ്ങിനെ. നിൻ വീര്യജാതനാമെന്നെ അറിഞ്ഞും കൊണ്ടു താൻ ഭവാൻ. നിയോഗിക്കുകയോ ഘോര സംസാരത്തിലുഴന്നിടാൻ. ജന്മദുഃഖം ജരാദുഃഖം പിന്നെയോ മൃത്യുദുഃഖവും. മലമൂത്രമയം ഗർഭാവാസമാമത്തൽ പിന്നെയും. അതിലും മീതെ താൻ തൃഷ്ണാലോഭസംജാതമാമഴൽ. യാചിപ്പതോ മഹാദുഃഖം മൃതിയേക്കാൾ ഭയങ്കരം. പ്രതിഗ്രഹത്താൽ നാൾ പോക്കും വിപ്രർ ബുദ്ധിബലങ്ങളാൽ. ജീവിപ്പോരല്ല വിത്താശ മരണം താൻ ദിനം പ്രതി. വേദശാസ്ത്രാദി സകലം പഠിച്ച ബുധർ കൂടിയും. ധനവാനെ സമീപിച്ചു മനഃപൂർവം സ്തുതിക്കയാം. ചിന്തിക്കാനെന്തേകനെങ്കിലിലകായ കിഴങ്ങുകൾ. തിന്നും തൻ വയറെമ്മട്ടും നിറയ്ക്കാം തൃപ്തിയാം വരെ. ഭാര്യയും മക്കളും പൗത്രന്മാരും ചേർന്നതിവിസ്തൃതം. കുടുംബം പോറ്റുവാൻ പാരം ദണ്ഡം സൗഖ്യവുമെങ്ങുവാൻ. ചൊന്നാലും സുഗതം ജ്ഞാനശാസ്ത്രവും യോഗശാസ്ത്രവും. ഇല്ലേതും കർമ്മകാണ്ഡത്തിലേതിലും താതമേ രുചി. പ്രാരബ്ധം സഞ്ചിതം വർത്തമാനമീ മൂവിധത്തിലും. കർമ്മക്ഷയം വരുത്താനുള്ളുപായം ചൊല്ലണം ഭവാൻ. അട്ടയെപ്പോൾ നാരിരക്തം കുടിക്കുന്നെന്ന വാസ്തവം. ശൃംഗാരാദിയിൽ മോഹിച്ചിട്ടറിയുന്നില്ല പാമരൻ. ഭോഗത്താൽ വീര്യവും ചാടുഭാഷണത്താൽ ധനങ്ങളും. മനസ്സും കക്കുമക്കാന്ത കള്ളനാരണ്യനീ വിധം. നിദ്രാസുഖം നശിപ്പിക്കാൻ ചെയ്വോദാര പരിഗ്രഹം. ചിരിക്കാനല്ല കരയാൻ വിധിവഞ്ചിതനാം നരൻ. സുതൻ: ഈ വിധം ശുഗവാക്യങ്ങൾ കേട്ടു സത്യവതീ സുതൻ വലുതാം ചിന്തയിൽപ്പെട്ടു ചെയ്വതെന്തിങ്ങ സംശയം. വ്യാസൻ തൻ കണ്ണിൽ നിന്നാദിമുഴുത്തൊഴുകി കണ്ണുനീർ. വിറച്ചുപോയി ദേഹമാകെ വാട്ടം പൂണ്ടിതു ചിത്തവും. ഇണ്ടലാൽ നീറുമദ്ദീനനച്ഛനെ കണ്ടൊരശുകൻ. അത്ഭുതത്താൽ വിടർന്നുള്ള കണ്ണുമായോർത്തിതിങ്ങനെ. വേദാഭവാക്യൻ വേദാന്തകർത്താവെല്ലാം അറിഞ്ഞവൻ.
ആ വിദ്വാനും മോഹമേകും മായാശക്തി ഭയങ്കരം. വിദ്വാനാം വ്യാസഭഗവാൻ പോലും മോഹിപ്പതേതിനാൽ, ദുസ്സാധ്യയാകുമാ മായയേതെന്തെന്നറിവീല ഞാൻ. പുരാണങ്ങളുടെ വക്താവായി കർത്താവായി ഭാരതത്തിനും, വേദം പകുത്തൊരാ വ്യാസമുനിയും മോഹമാർന്നുപോയി. ആ ദേവി ശരണം മോഹിപ്പിപ്പതാരിജ്ജഗത്തിനെ, ബ്രഹ്മാദികളെയും പിന്നെ അന്യർ തൻ കഥയെന്തുവാൻ. മായാമോഹിതനാവാതെ മൂലോകത്തിലുമാരുവാൻ, ബ്രഹ്മവിഷ്ണുഹരാദ്യന്മാർ കൂടി മോഹിതരായവർ. അദ്ഭുതം മായതൻ വീര്യം, അദ്ഭുതം മായതൻ ബലം, സർവജ്ഞനാം വിഷ്ണു പോലും മായതൻ വശവർത്തിതാൻ. വിഷ്ണുവിന്നംശമീ വ്യാസനെന്നു പൗരാണികം മതം, കപ്പൽ മുങ്ങിയ വൈശ്യൻ പോലവനും മോഹമഗ്നനായി. ദീനനായി പ്രാകൃതൻ പോലെ കണ്ണീർ വാർക്കുന്നിതിന്നിവൻ, വിദ്വാൻമാർക്കും ദുസ്ത്യജമാം മായാബലമിതദ്ഭുതം. ഇദ്ദേഹമാരുവാൻ ഞാനെന്തൊന്നീ ഭ്രമമിങ്ങനെ, പഞ്ചഭൂതാത്മകം ദേഹത്തിങ്കലിപ്പിതൃപുത്രത. വ്യാസർഷി പോലും കണ്ണീർ വാർക്കുന്നതിന്നാർക്കധീനനായി, മായികൾക്കും മോഹമേകുമമ്മായ ബലവത്തരം. സൂതൻ ബ്രഹ്മാദ്യർക്കും വിണ്ണവർക്കും അമ്മയായി ലോകനാഥയായി, സർവകാരണമാം ദേവി തന്നെയുള്ളാൽ നമിച്ചുടൻ. ശോകക്കടലിലാണ്ടുള്ള ദീനനാം തൻ പിതാവൊടായി, അരണീ സംഭവൻ ചൊന്നാൻ ശുഭവാക്യം സഹേതുകം. മഹാത്മൻ നിന്തിരുവടി ഏവർക്കും ബോധമേകുവോൻ, പാരാശര്യ ഭവാൻ മാഴ്കാനെന്തു പാമരനെന്ന പോൽ. ഇന്നു നിൻ മകനീയുള്ളോൻ മുജ്ജന്മത്തിങ്കലാരുവാൻ, നീയാർ ഞാനാർ മഹാത്മാവാമങ്ങയ്ക്കെന്തീ ഭ്രമം മുനേ. ഉണർന്നു ധൈര്യം കൈക്കൊള്ളുക, വിഷാദിക്കായൊരിക്കലും, മോഹജാലമിതെന്നോർത്തു ശോകമെല്ലാം ത്യജിക്ക നീ. ഉണ്ടാൽ വിശപ്പടങ്ങുന്നു, പുത്രനെ കണ്ടടങ്ങുമോ, കുടിച്ചാൽ ദാഹവും തീരും, തീർക്കുമോ പുത്രദർശനം. നന്മണത്താൽ ഘ്രാണസൗഖ്യം, കേൾവിയാൽ കർണസൗഖ്യവും, ഭോഗസൗഖ്യം നാരിയാലും ഉണ്ടാം ഞാൻ ചെയ്വതെന്തുതേ. യജ്ഞാർത്ഥം പശുവെ തേടും ഹരിശ്ചന്ദ്ര നൃപന്നഹോ, അജീകർത്തൻ കൊടുത്തില്ലേ വില വാങ്ങി സ്വപുത്രനെ. സുഖത്തിൻ സാധനം വിത്തം, വിത്തത്താൽ സുഖവൃദ്ധിയും, നേടൂ വിത്തം ലോഭിയെങ്കിൽ ഇപ്പുത്രൻ ചെയ്വതെന്തുതേ. ഗർഭവാസഭയത്തിങ്കൽ നിന്നും മോചിച്ചിടും വിധം, ബുദ്ധിയാൽ ബോധമിങ്ങേകൂ സൂക്ഷ്മജ്ഞൻ നീ മഹാമതേ. ഈ കർമ്മഭൂവിൽ പുണ്യാത്മൻ മർത്യജന്മം സുദുർലഭം, വിശേഷിച്ചുത്തമകുലജാതമാം ബ്രാഹ്മണത്വവും. ഭോഗവാസനയിൽ പെട്ടുബദ്ധൻ ഞാനെന്ന ബുദ്ധിമേ, മൂത്തോരെ ആശ്രയിച്ചിട്ടും പോകുന്നില്ലുള്ളിൽ നിന്നുമേ. സൂതൻ അപാരബുദ്ധിയാം പുത്രനേവം ചൊന്നപ്പോഴമ്മുനി, നാലാമാശ്രമമോരുന്ന ശാന്തൻ മകനോടോതിനാൻ. വ്യാസൻ മഹാമതേ പഠിച്ചാലും ഭവാൻ ഭാഗവതം ശുഭം, വേദതുല്യം ഞാൻ രചിച്ച പുരാണം നാദിവിസ്തരം. 12 താനതിൽ സ്കന്ധം പഞ്ചലക്ഷണമൊത്തതും, അതു മറ്റു പുരാണങ്ങളെക്കാൾ ശ്രേഷ്ഠമിതൻ മതം. സദസജ്ഞാന വിജ്ഞാനം കേട്ടാൽ തന്നെ ജനിച്ചിടും
ആ ഭാഗവതമിന്നിങ്ങു പഠിച്ചാലും മഹാമതേ. ചിതാത്മാവാരുവാൻ എന്നെ ബാലനായി സൃഷ്ടി ചെയ്തതും എന്തിനെന്തോന്നിനാലെമ്മട്ടിലെല്ലാം അറിയേണ്ടു ഞാൻ എന്നു ചിന്തിച്ചു കൊണ്ടാലിന്നിലമേൽ കൊച്ചു ബാലനായി കിടക്കവേ മഹാത്മാവാമാ വിഷ്ണുവൊടു സാമ്പ്രതം ശ്ലോകാർത്ഥത്താൽ ഭഗവതി നിഖിലാർത്ഥവുമോദിനാൾ. ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം. അപൂർവമീ വാക്കു നന്നായുൾക്കൊണ്ടു ഭഗവാൻ ഹരി സത്യമാമീ വാക്കുരച്ചതാരെന്നോർത്താൻ മനസ്സിനാൽ. ആണോ പെണ്ണോ ക്ലീബമോ ഇച്ചൊന്നതെമ്മട്ടറിഞ്ഞിടും ഏവം തർക്കിക്കവേ ഹൃത്തിലുണ്ടായി ഭാഗവത സ്മൃതി. ശ്ലോകാർത്ഥം താനുച്ചരിച്ചും അതിൽ താൻ മനമൂന്നിയും കിടന്നു ചിന്താകുലനായി വടപത്രത്തിലീശ്വരൻ. അപാരതേജോനിധിയാം വിഷ്ണുവിൻ മുമ്പിലാക്ഷണം ശംഖചക്രഗദാ പത്മങ്ങളും ദിവ്യായുധങ്ങളും 4 കൈകളിലും പൂണ്ടു ദിവ്യാംബരവുമവ്വിധം ദിവ്യഭൂഷകളും ചാർത്തി പുഞ്ചിരിക്കും മുഖത്തൊടും സുവിഭൂതികളാം തുല്യമാരാം തോഴികളുമൊത്തുടൻ പ്രാദുർഭവിച്ചാൾ ശിവയാം മഹാലക്ഷ്മി ശുഭാനന. സുതൻ ആ നീരിലാധാരമെന്യേ നിൽക്കുമസുഭഗാംഗിയെ കണ്ടു പാരം വിസ്മയിച്ചു ഭഗവാൻ കമലേക്ഷണൻ. ദേവിതൻ പാർശ്വഭാഗത്തായി നിന്നാർ വെവ്വേറെ ശക്തികൾ രതിഭൂതി സ്വാഹ ബുദ്ധി മതി കീർത്തി സ്മൃതി സ്വധാ ശ്രദ്ധാമേധാക്ഷുതകളും ധൃതി നിദ്ര ഗതി ക്ഷമ ദയയും ജൃംഭയും തദ്രി തുഷ്ടിപുഷ്ടികൾ ലജ്ജയും എല്ലാരുമായുധം പൂണ്ടോർ നാനാഭൂഷകളണിഞ്ഞവർ മന്ദാരമാലയും മുത്തുമാലയും ചാത്തി മിന്നുവോർ. അവരെയും ദേവിയെയും മേഘാർണവജലോപരി കണ്ടു വിസ്മയമാണ്ടുള്ളോരുള്ളം പൂണ്ടു ജനാർദ്ദനൻ. മായയെ കണ്ടദ്ഭുതത്താൽ സർവാത്മാവേവമോർക്കയായി എങ്ങു നിന്നീ സ്ത്രീകളുണ്ടായി ഞാനീയാലിലയിങ്കലും. ഘോരമാമീ അർണവത്തിൽ പേരാലുണ്ടായതെങ്ങിനെ ചാരു സർവാംഗനാമെന്നെ ബാലനായിങ്ങു വെച്ചതാർ. ഇവളെന്നമ്മയോ ദുർവിഭാവ്യയാം വല്ല മായയോ എന്തു ഹേതുവിനാരിങ്ങെ ദർശനം തന്നതിന്നുമേ. എന്തോതേണ്ടോ വല്ല പാടും പോയാലോ വേണ്ട ഞാൻ സ്വയം മിണ്ടാതിങ്ങു കിടന്നേക്കാം കുട്ടിയെപ്പോൽ നിരാകുലം. 15-ാം അധ്യായം സമാപ്തം. അമ്മേ നാരായണ.